തിരുനാവായ പഞ്ചായത്ത് 8ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി U അബ്ദുൽ ജബ്ബാറിനെ പ്രഖ്യാപിച്ചു. കൊടക്കാട്ടിൽ റഫീഖാണ് LDFന്റെ സ്ഥാനാർത്ഥി. എടക്കുളം കുന്നംപുറത്ത് സംഘടിപ്പിച്ച CPM യോഗത്തിലാണ് കൊടക്കാട്ടിൽ റഫീഖിനെ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സഖാവ് P. റഫീഖിനെ മത്സരിപ്പിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത്. ഈ നാട്ടിലെ ജനങ്ങളുമായി വളരെ അടുത്ത് ഇടപെടുകയും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും അതിന് പരിഹാരം കാണാനും ഒക്കെ കഴിയുന്ന അദ്ദേഹത്തിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളാണ് സ്ഥാനാർത്ഥി എന്ന് കണക്കാക്കി അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ മുന്നിട്ടിറങ്ങണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വിജയാശംസകൾ. UDF സ്ഥാനാർത്ഥി അബ്ദുൽ ജബ്ബാറിന്റെ പ്രചാരണ കൺവെൻഷൻ കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ എന്ന് തോന്നൽ നിങ്ങൾക്കുണ്ടാവണം. എന്റെ ചിഹ്നമാണ് കൈപ്പത്തി. ഈ കൈപ്പത്തി ചിഹ്നത്തിന് ഒരു വോട്ട് നൽകി എനിക്ക് വിജയിക്കേണ്ടതുണ്ട് എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അതുകൊണ്ട് എല്ലാ വീട്ടിലും മാന്യമായി നമ്മൾ സമീപിക്കണം. ഓരോ വോട്ടറേയും കാണണം. ഉണ്ണിയാലുക്കൽ അബ്ദുൽ ജബ്ബാർ നമ്മുടെ സ്ഥാനാർത്ഥി നിങ്ങളുടെ മുമ്പിലുണ്ട്, പ്രസന്നവദനായി നിൽക്കുന്നു. ആ പുഞ്ചിരി നിറപുഞ്ചിരിയായി നമുക്ക് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഉണ്ണിയാലുക്കൽ അബ്ദുൽ ജബ്ബാറിന്റെ ചിഹ്നം കൈപ്പത്തി. കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നമ്മൾ ചെയ്യണം എന്ന് ഈ മണ്ഡലത്തിലെ ഈ വാർഡിലെ മുഴുവൻ ആളുകളുടെയും വോട്ട് സമാഹരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കുന്നു. അബ്ദുൽ ജബ്ബാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. ജയ് UDF. മുളക്കിൽ മുഹമ്മദ് അലി, PT അജയ് മോഹൻ, അഡ്വക്കേറ്റ് പത്മകുമാർ, ഫൈസൽ എടശ്ശേരി, വെട്ടം ആലിക്കോയ, നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. പഠനകാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായ അബ്ദുൽ ജബ്ബാർ എടക്കുളം സൗഹൃദ കൂട്ടായ്മയുടെ സെക്രട്ടറിയാണ്. ഇത്തവണ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളെ തോൽപ്പിക്കാൻ നമുക്ക് മാത്രമേ പറ്റൂ. ഇടതുപക്ഷത്തിന് നമ്മളെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. കഴിഞ്ഞ പ്രാവശ്യം പറ്റിയൊരു അബദ്ധം, അതിപ്പോൾ 2.5 വർഷം നാദല്ല കളരിയായി ഈ വാർഡ് മാറി. 2.5 വർഷം ഈ വാർഡിൻ്റെ വികസനങ്ങളൊന്നും ഈ വാർഡിലെത്തിക്കാൻ ഒരു മെമ്പർക്ക് പറ്റിയില്ല. ജയിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വിദേശത്ത് പോയി. അപ്പം നമുക്ക് ഇത്തവണ ഒരു വലിയ മാർജിന് ബഹുമാനിയായ ജബ്ബാറിനെ വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കും. എടക്കുളം സാന്ത്വനം പാലിയേറ്റീവ് കെയറിന്റെ എക്സിക്യൂട്ടീവ് അംഗവുമാണ്. കഴിഞ്ഞ തവണ നഷ്ടമായ വാർഡ് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF നേതൃത്വം. തിരുനാവായ പഞ്ചായത്തിൽ കുറച്ച് UDF ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നമ്മളില്ലാതെ കൊണ്ട് കാര്യമില്ല. അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് അതിന് ശേഷമുള്ള ഒരു ഫസ്റ്റ് ഇലക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ സംബന്ധിച്ച് ഞാനും ഒന്നും ഡിസ്കഷൻ നമ്മളതിനൊരു വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഒരു വിജയിക്കുന്ന കാൻഡിഡേറ്റ് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി നിങ്ങൾ കണ്ടെത്തണം. ആ സ്ഥാനാർത്ഥി നിർത്തിയാൽ യാതൊരു സംശയവുമില്ല നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് അലിയും ലത്തീഫ് അടക്കമുള്ള ഇവിടുത്തെ UDF നേതാക്കന്മാർ പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ജബ്ബാറിൻ്റെ പേര് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറയാനുള്ള കാരണം. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ UDF ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിക്കൊണ്ട് 8ാം വാർഡ് തിരിച്ചു പിടിക്കാൻ വേണ്ടി UDF നേതൃത്വം ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥി നിശ്ചയിച്ചെങ്കിൽ യാതൊരു സംശയമില്ല പ്രിയപ്പെട്ട ജബ്ബാർ അബ്ദുൽ ജബ്ബാർ ഉണ്ണിയാലുക്കൽ വളരെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന് ഞാൻ സംശയമില്ല സൂചിപ്പിച്ചു. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി NP മുഹമ്മദ് ഷെരീഫും മത്സര രംഗത്തുണ്ട്. നമുക്ക് നേരത്തെ സംഭവിച്ചതുപോലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് മൃഗീയ സ്വാധീനമുള്ള ഒരു വാർഡിൽ നിന്ന് ഒരു ഇടതുപക്ഷക്കാരൻ സ്വതന്ത്ര വേഷം കെട്ടി വിജയിച്ചു പോയതുപോലെ തിരുനാവായ പഞ്ചായത്തിൽ ഒരു തീവ്രവാദ സംഘടനയുടെ ഒരു നേതാവ് പഞ്ചായത്ത് മെമ്പറായി പോകുന്ന അബദ്ധം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്. ഞങ്ങൾക്കൊക്കെ അറിയാം, കാരണം ഈ പ്രദേശത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം. ഇടതുപക്ഷത്തിന് ഞാൻ ഈ വാർഡ് ഉൾക്കൊള്ളുന്ന ഈ ഡിവിഷന് ബ്ലോക്കിൽ പ്രതിനിധീകരിക്കുന്ന ആളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നമുക്ക് ശരിക്കറിയാം. ബ്ലോക്കിൽ
ബ്ലോക്കിൽ ഇവിടെയും കാളേറെ വോട്ട് ഈ വാർഡുകളിൽ നിന്നൊക്കെ അവർ പിടിച്ചപ്പോൾ ആ ഒരു വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കാനുള്ള ബോധം ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കുണ്ടാകണം. അങ്ങനെ തിരുനാവായ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവ് പഞ്ചായത്തിലേക്ക് എത്താതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അതിനു വേണ്ടിയാണ്, അതാണ് നമ്മൾ മുൻകൈയെടുക്കേണ്ട പ്രവർത്തനം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. CPM അംഗമായ ചിറക്കൽ ജവാദ് അയോഗ്യനാക്കപ്പെട്ടതിനെ തുടർന്നാണ് 8ാം വാർഡായ എടക്കുളം ഈസ്റ്റിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഈ മാസം 24-നാണ് തെരഞ്ഞെടുപ്പ്. 25-ന് ഫലമറിയാം. അതുപോലെ തന്നെ എനിക്ക് വലിയൊരു പ്രവർത്തന രാഷ്ട്രീയ പാഠമോ രാഷ്ട്രീയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ പറഞ്ഞ് ഞാനത് മാറ്റി തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാണ്. നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് വലിയൊരു വിജയം ഇവിടെ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ കൂടിച്ചേരുകൾ ഏറ്റവും വലിയ വിജയമാക്കി തീർക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് UDF.